ഇറാൻ ഭരണകൂടത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ പൂർത്തിയായി. പശ്ചിമേഷ്യയിൽ യുദ്ധഗതികൾ ആളിപ്പടരുന്നു. ഇറാനിയൻ ഭരണകൂടത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ പൂർത്തിയാക്കിയതായി ഇസ്രായേൽ വ്യോമസേന വ്യക്തമാക്കിയിരിക്കുകയാണ്. ടെഹ്റാൻ, ഷിറാസ്, അഹ്വാസ് എന്നിവിടങ്ങളിലെ ലക്ഷ്യങ്ങളിൽ ഒരേ സമയം ആക്രമണം നടത്തിയതായിട്ടാണ് വ്യോമസേന അറിയിച്ചിരിക്കുന്നത്. ടെഹ്റാൻ, ഷിറാസ്, അഹ്വാസ് എന്നിവിടങ്ങളിൽ ഒരേ സമയം ഇറാനിയൻ ഭീകര ഭരണകൂടത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് വ്യോമസേന തുടർച്ചയായ ആക്രമണങ്ങൾ പൂർത്തിയാക്കി. മിലിറ്ററി ഇന്റലിജൻസിന്റെ നിർദ്ദേശപ്രകാരം വ്യോമസേന കഴിഞ്ഞ ദിവസം ടെഹ്റാൻ, ഷിറാസ്, അഹ്വാസ് എന്നിവിടങ്ങളിൽ ഇറാനിയൻ ഭീകര ഭരണകൂടത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് നിരവധി തുടർച്ചയായ ആക്രമണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. തെക്കൻ ഇറാനിലെ ഷിറാസിൽ ഇസ്രായേൽ രാജ്യത്തേക്ക് വിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണത്തിനും സംഭരണത്തിനുമായി ഇറാനിയൻ ഭീകര ഭരണകൂടം ഉപയോഗിച്ചിരുന്ന ഒരു ഭൂഗർഭ സൈറ്റ് ആക്രമിച്ചു. ടെഹ്റാനിൽ ഇറാനിയൻ ഭീകര ഭരണകൂടത്തിലെ വ്യോമ പ്രതിരോധ നിരയുടെ സൈറ്റുകളും കേന്ദ്ര താവളങ്ങളും ആക്രമിച്ചുവെന്ന് IAF പറഞ്ഞു. ഇതിനു പുറമെ വിവിധ യുദ്ധോപകരണങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ബാലിസ്റ്റിക് മിസൈലുകളുടെ ഘടകങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്ന നിരവധി സ്ഥലങ്ങൾ ആക്രമിക്കപ്പെട്ടു. അതേസമയം പടിഞ്ഞാറൻ ഇറാനിലെ അഹ്വാസിൽ വിവിധ ഭരണകൂട സ്ഥാപനങ്ങളുടെ ആസ്ഥാനങ്ങൾ ആക്രമിക്കപ്പെട്ടു. ആക്രമണ ആസ്ഥാനത്ത് ഇറാനിയൻ ഭീകര ഭരണകൂടത്തിന്റെ സൈനികരുടെ പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇസ്രായേൽ സംസ്ഥാനത്തിനും മേഖലയിലെ രാജ്യങ്ങൾക്കുമെതിരെ ഭീകരാക്രമണങ്ങൾ നടത്തുന്നതിന് ഡസൻ കണക്കിന് സൈനികർ അവരിൽ നിന്നും പ്രവർത്തിച്ചു. പൂർത്തിയായ ആക്രമണങ്ങൾ ഇറാനിയൻ ഭീകര ഭരണകൂടത്തിന്റെയും അതിന്റെ അടിത്തറയുടെയും പ്രധാന ശ്രേണികൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമാണ്, അത് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പടിഞ്ഞാറൻ മധ്യ ഇറാനിലെ 200-ലധികം ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ വ്യോമസേന നേരത്തെ പറഞ്ഞിരുന്നു. മിലിറ്ററി ഇന്റലിജൻസിന്റെ നേതൃത്വത്തിൽ ഡസൻ കണക്കിന് വ്യോമസേന യുദ്ധവിമാനങ്ങൾ കഴിഞ്ഞ ദിവസം പടിഞ്ഞാറൻ മധ്യ ഇറാനിൽ വിപുലമായ ആക്രമണങ്ങൾ നടത്തി. ഈ സമയത്ത് ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ, പ്രതിരോധ സംവിധാനങ്ങൾ, യുദ്ധോപകരണങ്ങൾക്കായുള്ള ഉൽപാദന കേന്ദ്രങ്ങൾ എന്നിവയുൾപ്പെടെ ഇറാനിയൻ ഭീകര ഭരണകൂടത്തിന്റെ 200-ലധികം ലക്ഷ്യങ്ങളിൽ നിരവധി യുദ്ധോപകരണങ്ങൾ വർഷിച്ചുവെന്നും വ്യോമസേന പറഞ്ഞു. ഓപ്പറേഷൻ റോൾ ഓഫ് ദി ലയൺ ആരംഭിച്ചതിനു ശേഷം ഇസ്രായേൽ രാജ്യത്തിന്റെ പ്രദേശത്തിലേക്കുള്ള തീയുടെ വ്യാപ്തി പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനിയൻ ഭീകര ഭരണകൂടത്തിന്റെ വിവിധ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട് വ്യോമസേന 100 കണക്കിന് ആക്രമണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇറാനിയൻ ഭരണകൂടം ആണവായുധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്നതായി അവകാശപ്പെടുന്ന തലേഗൻ എന്ന സ്ഥലവും നശിപ്പിക്കപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. 2000-ലെ രഹസ്യ അമാദ് പദ്ധതിയുടെ ഭാഗമായി നൂതന സ്ഫോടക വസ്തുക്കൾ വികസിപ്പിക്കുന്നതിനും സെൻസിറ്റീവ് പരീക്ഷണങ്ങൾ നടത്തുന്നതിനും ഈ സംയുക്ത ഉപയോഗിച്ചിരുന്നതായി IDF പറഞ്ഞു. ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരായ പോരാട്ടത്തിൽ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയ്ക്കുള്ളിലെ IRGC-യുടെ മിസൈൽ യൂണിറ്റിലെ ഓപ്പറേഷൻ കമാൻഡറായിരുന്ന അബൂധർ മുഹമ്മദിനെ തങ്ങളുടെ സൈന്യം ഇല്ലാതാക്കിയതായും IDF അവകാശപ്പെടുന്നു. IDF-ന്റെ അഭിപ്രായത്തിൽ ഹിസ്ബുള്ളയ്ക്കും ഇറാനിയൻ ഭീകര ഭരണകൂടത്തിനുമിടയിൽ ഏകോപിപ്പിക്കുന്ന ഒരു കേന്ദ്ര വ്യക്തിയായിരുന്ന മുഹമ്മദി ഓപ്പറേഷൻ നോർത്തേൺ ആരോസിന് ശേഷം ഹിസ്ബുള്ളയുടെ മിസൈൽ പദ്ധതി പുനരധിവസിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ഇറാനിയൻ ഇമാം ഹൊസൈൻ ഡിവിഷനിലെ സീനിയർ കമാൻഡറായ അലി മുസ്ലിം തബാച്ചയെ ഇല്ലാതാക്കിയതായും IDF അവകാശപ്പെട്ടിട്ടുണ്ട്. ഹിസ്ബുള്ളയിലും ഡിവിഷനിലും നിരവധി സൈനിക വേഷങ്ങൾ വഹിച്ച ഒരു പ്രധാന വ്യക്തിയായിരുന്നു തബാച്ചയെന്നും IDF പറഞ്ഞു. ഇറാനിയൻ അച്ചുതണ്ട് ശക്തിപ്പെടുത്തുന്നതിനും IDF-നും ഇസ്രായേലി സിവിലിയന്മാർക്കുമെതിരെ പ്രവർത്തിക്കുന്നതിനും ഇറാനിയൻ ബുദസ് ഫോഴ്സ് ഉപയോഗിക്കുന്ന ഒരു സൈനിക സേനയാണ് ഇമാം ഹുസൈൻ ഡിവിഷൻ. ഹിസ്ബുള്ളയുടെ റദ്വാൻ ഫോഴ്സിന്റെ തെക്കൻ ലെബനൻ യൂണിറ്റ് കമാൻഡറായിരുന്ന അബു അലി റിയാനെയും IDF വധിച്ചു. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യുന്നതിനും ആയുധ വിതരണ ശൃംഖല കൈകാര്യം ചെയ്യുന്നതിനും ഉത്തരവാദിത്തമുള്ള കേന്ദ്ര വ്യക്തിയാണ് റിയാൻ എന്നും IDF അവകാശപ്പെട്ടിട്ടുണ്ട്. 100-ലധികം പോരാളികളെ ഇല്ലാതാക്കുകയും റദ്വാൻ ഫോഴ്സിന്റെ 60-ലധികം കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ നശിപ്പിക്കുകയും ചെയ്തതായും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.